കോട്ടയം പേരൂരിൽ അധ്യാപികയെ ഭർത്താവ് സ്കൂളിനുള്ളിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പൂവത്തുംമൂട് ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപികയായ തിരുവഞ്ചൂർ മോസ്കോ സ്വദേശി ഡോണിയയ്ക്കാണ് പരിക്കേറ്റത്. ആക്രമണശേഷം പ്രതി കൊച്ചുമോൻ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഒരു പ്രതികരണമുണ്ട്, ആദ്യം കേൾക്കാം. വർത്താനം പറയുന്നുണ്ട്. അല്ലാതെ വേറെ കൂടുതലൊന്നും പറഞ്ഞില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഓട്ടം വിളിച്ച് പോയി. ഇപ്പൊ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുപോകാൻ വേദന എടുത്ത് ഇങ്ങനെ കുറയുമല്ലേ. അല്ലാതെ തലകറവും അങ്ങനെയൊന്നും ചെയ്തു. അവിടെ ഇങ്ങനെ ബ്ലഡ് പോകുന്നത് കണ്ടു. നമ്മുടെ പുറകെ താമസിക്കുന്ന ഹിന്ദിക്കാരാണ് കണ്ടോണ്ടിരിക്കുക. പിടിച്ചേക്കുക. അപ്പം പുള്ളിക്കാരത്തെ അത് കണ്ടോണ്ടാണ് അവിടെ നിങ്ങൾ ഓടി വന്നു കഴിഞ്ഞപ്പം ആ പുള്ളി ഇവിടെ നിന്ന് ഇറങ്ങി വന്നു. ഒരു കുഴപ്പമില്ല. അന്നേരം ആ പുള്ളിക്കാരത്തേക്ക് ഒരു പേടി കയ്യിലെന്ന് ആ പുള്ളിക്കാരത്തെ അങ്ങോട്ട് മാറിപ്പോയി. അപ്പം പറഞ്ഞു ഒന്നും പേടിക്കണ്ട, നീ എന്തിനാ വന്നേ, ഒന്നും വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു പുള്ളി ഇതിലെ അങ്ങോട്ട് ഫുള്ളായിട്ട് ഇറങ്ങി. ഷിനോജ് ചേരുന്നുണ്ട്. ഷിനോജ്, ഈ സ്കൂളിൽ കയറി വെട്ടി പരിക്കേൽപ്പിക്കാനുള്ള കാര്യം എന്താണ്? ആക്രമണത്തിന് പിന്നിലെ കാര്യങ്ങളും ഈ അധ്യാപികയുടെ ആരോഗ്യ നില എങ്ങനെയുണ്ട്? ഏത് ആശുപത്രിയിലാണുള്ളത്? പ്രതീക്ഷ, ഇന്ന് രാവിലെ 10:30 ഈ സംഭവം നടക്കുന്നത്. പേരൂർ പൂവത്തുമൂട്ടിലെ ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപികയായ മോസ്കോ സ്വദേശി ഡോണിയയ്ക്കാണ് പരിക്കേറ്റത്. ഇവരുടെ ഭർത്താവ് കൊച്ചുമോൻ ഇന്ന് രാവിലെ 10:30 ഇത്തരത്തിൽ സ്കൂളിലെത്തി ഇവരെ കത്തി ഉപയോഗിച്ച് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പരപുരുഷ ബന്ധം ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കൊച്ചുമോനും ഡോണിയും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് കുടുംബ പ്രശ്നങ്ങൾ തുടർന്ന് ഡോണിയെ തന്നെ മണർകാട് പോലീസിൽ ഒരിക്കൽ പരാതി നൽകുന്നു. ഈ പരാതിയെ തുടർന്ന് കൊച്ചുമോനെ പോലീസ് വിളിച്ച് പലതവണ വിലക്കിയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിന്റെ ഇടയിൽ വീണ്ടും ഇത്തരത്തിൽ ഈ മർദ്ദനങ്ങളും ഒപ്പം തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങളൊക്കെ തന്നെ രൂക്ഷമായതിന് പിന്നാലെ ഡോണിയ വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു ഹോസ്റ്റലിലേക്ക് താമസം മാറ്റുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ 10:30 ഇത്തരത്തിൽ ഈ കൊച്ചുമോൻ, അതായത് ഭർത്താവായിട്ടുള്ള കൊച്ചുമോൻ സ്കൂളിലെത്തുകയും തുടർന്ന് ഈ ഡോണിയെ ഓഫീസ് റൂമിലേക്ക് വിളിച്ചു വരുത്തി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തിൽ വെട്ടുകയുമായിരുന്നു. നിലവിൽ ഇപ്പോൾ ഈ ഡോണിയെ സമീപത്ത് തന്നെയുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ സംഭവത്തിന് ശേഷം ഈ ഭർത്താവ് ഈ സ്ഥലത്തു നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നിലവിൽ ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസ് തുടരുകയാണ്. ശരി ഷിനോജ്, അധ്യാപികയെ സ്കൂളിൽ കയറിയാണ് ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്.